അപ്പം അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. അപ്പം ഈ സിനിമ ഞാനെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് സിനിമ നിർമ്മിച്ച് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഉദിച്ചൊരു ആശയമാണ് സിഫ എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്നോ അല്ലാത്തവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്ടിങ്ങിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സൗണ്ടിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ പലരുടെ റെഫറൻസിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം നമുക്ക് ചോദിക്കുന്ന എല്ലാവർക്കും അവസരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാത്ത ആരെങ്കിലും എന്നോട് നിർബന്ധിക്കുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും പടത്തിലാക്കി വിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഒന്നും അറിയത്തില്ല, ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഉടനെ അവർ ചിലപ്പോൾ നോ പറയായിരിക്കും. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കിട്ട പരിപാടിയാണ്, ഭയങ്കര ബിസി. ആ ഒരു സിനിമ ഇറങ്ങുന്നത് വരെ എല്ലാവരുടെ മൈൻഡിലും തീയാണ്, അതായത് ഇത് വിജയിക്കണം എന്നുള്ള ഒരു തീ. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാം കുറച്ചെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ തോന്നിയ ഒരു ഐഡിയ ആണ് സിഫ എന്ന് പറയുന്നത്. അപ്പോൾ സിഫയിലേക്ക് ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് പറയുമ്പോൾ ഉദിച്ച ആശയത്തിൽ നിന്നാണ് ഫോം ആകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫഹദിനോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫഹദ് ചാപ്പാക്കുരിശിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ഫഹദുമായിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്, ഫഹദ് അന്ന് ഞാൻ 2011 ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശമ്പളം അപ്പോൾ ഇവൻ കൊടുത്തില്ല, അത് തീർന്നെല്ലാം കഴിഞ്ഞിട്ടാവും. അപ്പോൾ ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫഹദ് എന്നോട് പറഞ്ഞു, അല്ല ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ തന്നാൽ മതി. അല്ല ഫഹദ് എന്താന്ന് വെച്ചാൽ ഒന്ന് പറയാമോ, പിന്നെ ഈസിയാണ്. അപ്പോൾ അന്ന് ഫഹദ് എന്നോട് പറഞ്ഞു, ഞാൻ ടൂർണമെന്റ് ചെയ്തത് 65,000 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. A-Z ഫുൾ എന്താ പറയുക, എനർജിയിൽ ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട്, റൈറ്ററായിട്ട്, ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടുത്തത് ഫഹദ് ഫാസിലിന് 1 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത്. ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു. ഇന്ന് ഫഹദിന് 5 കോടി കൊടുത്താലും ചിലപ്പോൾ കിട്ടത്തില്ല, 10 കോടി കൊടുത്താലും കിട്ടത്തില്ല. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്. ഒരു സിനിമയിൽ കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന ഒരു സിനിമയിൽ വന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ടൂർണമെന്റ് ചെയ്ത് പിന്നെ കേരള കഫേയിൽ റോൾ ചെയ്തിട്ട് ചാപ്പാക്കുരിശിലേക്ക് ആയിട്ട് വന്നു. പക്ഷെ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തപ്പോഴും ഫഹദിന്റെ ഏതാണ് ബെസ്റ്റ് വൺ ഓഫ് ദ ഫിലിം ഏത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാപ്പാക്കുരിശാണ് പറഞ്ഞത്. ഞാനത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഫഹദിന്റെ ഇന്റർവ്യൂ. അത് മറന്നുപോയെങ്കിലൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കും വേണമല്ലോ എന്തെങ്കിലും ഒരു മാജിക്. അപ്പോൾ അതുകൊണ്ട്